ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് SIT സ്ക്വാഡിന്റെ അന്വേഷണം. ഡി മണിയുടെ ദൃശ്യങ്ങൾ പുറത്ത് രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വിദേശ വ്യവസായിയും നൽകിയിട്ടുള്ള മൊഴിയിലാണ് പരിശോധന. ഇവർ നൽകിയിട്ടുള്ള വിവരത്തിലുള്ള വിഗ്രഹ കച്ചവടക്കാരൻ ഡി മണിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം. ദിണ്ടിഗൽ, വിരുദുനഗർ എന്നിവിടങ്ങളിൽ സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. ഡി മണിയുടെ സുഹൃത്തായ ശ്രീകൃഷ്ണൻ എന്നയാളും നിരീക്ഷണത്തിലുണ്ടെന്നാണ് വിവരം. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഇപ്പോൾ ഡി മണിയെ SIT കണ്ടെത്തിയിരിക്കുന്നു. കൂടുതലായി അറിയേണ്ടത് ഈ ഡി മണിക്ക് എങ്ങനൊക്കെ പങ്കുണ്ട്, ഇയാളുടെ ഇത്രയും കാലം എങ്ങനെയായിരുന്നു ഇയാളുടെ പ്രവർത്തനം, എന്തൊക്കെ കൊള്ളയുടെ ഭാഗമായിട്ടുണ്ട്, എവിടങ്ങളിലേക്കൊക്കെ ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ ഈ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആരാണ്, എങ്ങനെയാണ് SIT അന്വേഷണം മുന്നോട്ട് പോകുന്നത്? അക്ഷയ, രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വിദേശ വ്യവസായം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT ഡിണ്ടിഗൽ ടൗണിൽ, ഡിണ്ടിഗൽ സിറ്റിയിൽ പരിശോധന നടത്തുന്നത്. അവിടെ ഡി മണി എന്ന വ്യക്തിയെ SIT കണ്ടെത്തിയിരിക്കുന്നു. അവിടുത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് ഡി മണി. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന കെട്ടിടം അയാളുടേതാണ്. അവിടെ അറിയപ്പെടുന്ന പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. സുബ്രഹ്മണ്യൻ എന്ന ഒഫീഷ്യൽ നെയിമിൽ അറിയപ്പെടുന്ന അയാളുടെ വിളിപ്പേരാണ് ഡി മണി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തലയുടെ സുഹൃത്ത് നൽകിയ മൊഴിയിൽ പറയുന്ന ആ ഡി മണി ഇയാളാണെന്നാണ് ഇപ്പോൾ SIT ചെന്നൈ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഡി മണി ഡിണ്ടിഗലുകാരനാണെന്നും അയാളുടെ യഥാർത്ഥ പേര് സുബ്രഹ്മണ്യനാണെന്നും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അയാളെ നേരിട്ട് കണ്ട് SIT സംഘങ്ങൾ മൊഴിയെടുക്കുകയാണ്. അയാൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അയാൾക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയാൻ ശ്രമിക്കുന്നത്. നിലവിൽ SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇയാൾ ഒരു അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. മാത്രമല്ല അവിടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. ഇയാൾക്ക് ചില ഡയമണ്ട് പോലത്തെയുള്ള ആഭരണ രത്ന ബിസിനസ് കൂടി ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കൂടാതെയുണ്ട്. അപ്പോൾ ഇയാൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ, കേരളത്തിൽ വന്നിട്ടുണ്ടോ, ശബരിമലയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്ത് നൽകിയ മൊഴിയിൽ ഇയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവർ തമ്മിൽ ചില വിഗ്രഹങ്ങളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. അപ്പോൾ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെയോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെയോ വിഗ്രഹങ്ങളോ അതല്ലെങ്കിൽ ആൻറ്റിക് ഉൽപ്പന്നങ്ങളോ ഇയാൾക്ക് കൈമാറിയിട്ടുണ്ടോ, അങ്ങനത്തെ ഏതെങ്കിലും ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഈ ഡി മണിയെ നേരിട്ട് കണ്ടിരിക്കുന്നു. ഡി മണി എന്ന് പറയുന്ന സുബ്രഹ്മണ്യൻ്റെ പക്കൽ നിന്ന് ഈ മൊഴി എടുത്തു കഴിയുമ്പോൾ അയാൾക്ക് എന്താണ് ഇതുമായി ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എന്താണ് ബന്ധം എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരികയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിലേക്ക് ഈ സുബ്രഹ്മണ്യൻ വന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ലിങ്കുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇയാൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടോ, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അല്ലാതെ മറ്റേതെങ്കിലും റിയൽ എസ്റ്റേറ്റ് അതല്ലെങ്കിൽ വിഗ്രഹ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഇയാൾ നടത്തിയിട്ടുണ്ടോ, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് തന്നെ അയാളെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. അന്വേഷണ സംഘം തുടരുകയും ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. കൂടുതൽ അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നീളുകയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നത്.